സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള രണ്ട് ഷേപ്പുകൾ നോക്കാം. ഇത് ഒരു ക്യൂബാണ് അല്ലേ, സമചതുരക്കട്ട. ഇവിടെ വരുമ്പോൾ ഇതിനെ ക്യൂബോയിഡ് അഥവാ ചതുരക്കട്ട എന്ന് വിളിക്കാം മലയാളത്തിൽ. അപ്പോൾ ഒരു ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഡൈസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ, നീളവും വീതിയും ഉയരവും. ഇത് മൂന്നും ഒരേ അളവിലായിരിക്കും അല്ലേ. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നീളം, വീതി, ഉയരം ഇവ പല മെഷർമെൻറ്റ്സിലായിരിക്കും. അതാണ് ചതുരക്കട്ടയും സമചതുരക്കട്ടയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കിതിൻ്റെ വോളിയം കാണാൻ, വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ നോക്കാം. അതിനു മുമ്പ് എന്താണ് വ്യാപ്തം? ഒരു ചോദ്യത്തിൽ വ്യാപ്തമാണോ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ അറിയാം? വളരെ എളുപ്പമാണ്. വ്യാപ്തം എന്നാൽ ഉള്ളളവാണ്. അതായത് ഒരു ഷേപ്പിൻ്റെ അകത്ത് എത്ര എമൗണ്ട് ദ്രവ്യം നിറയ്ക്കാൻ പറ്റും, അതാണ് അതിൻ്റെ വ്യാപ്തം അഥവാ ഉള്ളളവ്. നമുക്കതിനെ വോളിയം എന്ന് ഇംഗ്ലീഷ് പറയാം. അപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഉള്ളളവ് കാണേണ്ട ചോദ്യങ്ങളായിരിക്കും. അതായത് ഒരു ടാങ്കിൽ എത്ര വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര വെള്ളമുണ്ട്, പെയിൻ്റ് ഉണ്ട്. ഈ ഉള്ളിൽ ഉള്ള അളവിനെ, ഉള്ളളവ് വരുന്ന ചോദ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് വ്യാപ്തമാണ്. നമ്മൾ സോളിഡ് ഷേപ്പിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കാണാൻ അതിൻ്റെ ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വ്യാപ്തം അഥവാ വോളിയം കിട്ടും. ഇനി LSA CSA എന്ന് വെച്ചാൽ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വമുഖ പരപ്പളവ്. അതുപോലെ CSA എന്ന് വെച്ചാൽ വക്രമുഖ പരപ്പളവ്. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ LSA അഥവാ CSA എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ഏരിയയാണ്. ഒരു ഷേപ്പിൻ്റെ ചുറ്റുമുള്ള ഏരിയ, അതായത് ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലത്തെയും താഴത്തെയും ഫേസുകൾ ഒഴിവാക്കിയാൽ, ഇതിന് 6 ഫേസ് ഉണ്ടല്ലോ, 1, 2, 3, 4, മുകളിലും താഴെയായിട്ട് 2, അങ്ങനെ മൊത്തം 6 ഫേസ്. അതിൽ മുകളിലെയും താഴെത്തെയും ഫേസ് മുഖങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി ചുറ്റുമുള്ള മുഖങ്ങളുടെ ഏരിയയെ വിളിക്കുന്ന പേരാണ് LSA അഥവാ CSA, വക്രമുഖ പരപ്പളവ് അഥവാ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുന്നത്. ഇത് ഒരേ മീനിങ് ആണ്, ചുറ്റുമുള്ള ഏരിയ എന്ന് തന്നെയാണ് ഇതിൻ്റെ മീനിങ്. ചില ഷേപ്പുകളിലേക്ക് വരുമ്പോൾ ഈ വിളിക്കുന്ന പേരിന് മാറ്റം വരുമെന്നുള്ളൂ. അപ്പോൾ ഇതിന് മുഖങ്ങളാണുള്ളത് അല്ലേ, കൃത്യമായി ഡിഫൈൻ ചെയ്ത മുഖങ്ങളുണ്ട്, ഫേസുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതിന് ചുറ്റുമുള്ള അളവിനെ നമ്മൾ LSA, ലാറ്ററൽ സർഫസ് ഏരിയ, ലാറ്ററൽ ഫേസുകളുടെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ്. CSA എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിലിണ്ടർ ആകൃതിയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് ഇതാണ്ട് ഒറ്റ ഫേസായിട്ട് ഇങ്ങനെ വളഞ്ഞ് കർവ് ചെയ്തിരിക്കുന്ന ഫേസ് ആണല്ലേ. അപ്പോൾ കർവായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള ഏരിയ നമ്മൾ CSA അഥവാ വക്രമുഖ പരപ്പളവ്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും മീനിങ് ഒന്ന് തന്നെയാണ്. LSA എന്ന് വെച്ചാലും CSA എന്ന് വെച്ചാലും ഒരു സോളിഡ് ഷേപ്പിൻ്റെ ചുറ്റുമുള്ള സർഫസ് ഏരിയ എന്നാണ്. ചുറ്റുമുള്ള ഫേസുകളുടെ എല്ലാം കൂടെ സർഫസ് ഏരിയ. അപ്പോൾ ചുറ്റും ഒറ്റ ഫേസ് ആയിരിക്കും ചില ഷേപ്പുകൾക്ക്, അതായത് വളഞ്ഞിരിക്കും. അവയെ നമ്മൾ CSA എന്ന് എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടോപ്പും ബോട്ടം ഒഴിവാക്കി ചുറ്റുമുള്ള ഏരിയയെ വിളിക്കുന്ന പേരാണ് LSA അഥവാ CSA എന്ന് വിളിക്കുന്നത്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള ഏരിയയുടെ കൂടെ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസുകൾ കൂടെ കൂട്ടുന്നു. അതായത് എത്ര ഫേസ് ഉണ്ടോ അത്രയും ഫേസുകളുടെയും കൂടെ ടോട്ടൽ ഏരിയയാണ് ടോട്ടൽ സർഫസ് ഏരിയ. അതിനെ ആകെ ഉപരിതല പരപ്പളവ് എന്ന് പറയും. ഈ വോളിയം കാണാനുള്ള യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ്, ചില സാഹചര്യങ്ങളിൽ ലിറ്റർ. LSA, CSA, TSA എല്ലാം സർഫസ് ഏരിയകളായതുകൊണ്ട് തന്നെ അവയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും മീറ്റർ സ്ക്വയർ എന്നുമാണ് പറയുന്നത്.